KSRTC യാത്രയ്ക്ക് ഇനി ടിക്കറ്റ് എടുക്കാൻ കൂടുതൽ എളുപ്പമാകും. ബസ് സമയം അന്വേഷിക്കാനും ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഏറെ സമയം ചെലവഴിക്കേണ്ട സാഹചര്യം ഒഴിവാക്കുകയാണ് പുതിയ സംവിധാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. യാത്രക്കാർക്ക് പരിചിതമായ വാട്സാപ്പ് വഴി തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണ് KSRTC അവതരിപ്പിക്കുന്നത്. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന പുതിയ വാട്സാപ്പ് ടിക്കറ്റിംഗ് സംവിധാനമാണ് നാളെ മുതൽ നിലവിൽ വരുന്നത്. ഇതോടൊപ്പം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കസ്റ്റമർ കെയർ ടോൾ ഫ്രീ സേവനവും നവീകരിച്ച കൊറിയർ സംവിധാനവും KSRTC അവതരിപ്പിക്കും. ഇതോടെ ഡിജിറ്റൽ സേവനങ്ങൾ കൂടുതൽ ലളിതമാക്കാനും യാത്രക്കാർക്ക് മികച്ച സൗകര്യമൊരുക്കാനുമാണ് KSRTCയുടെ നീക്കം. KSRTCയുടെ ഡിജിറ്റൽ യാത്രാ സേവനങ്ങളിൽ പുതിയൊരു മാറ്റത്തിന് തുടക്കമാകുകയാണ്. യാത്രക്കാർക്ക് വേഗത്തിലും എളുപ്പത്തിലും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സഹായിക്കുന്ന AI പവേർഡ് വാട്സാപ്പ് ടിക്കറ്റിംഗ് സംവിധാനമാണിത്. വാട്സാപ്പ് ഇന്ന് സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് കൂടുതൽ പരിചിതമായ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. യാത്രയ്ക്ക് മുമ്പ് ടിക്കറ്റ് എടുക്കുന്നതിനായി പ്രത്യേകമായി പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ട ബുദ്ധിമുട്ട് കുറയ്ക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പുതിയ സംവിധാനം തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലെ സിംഫണി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഗതാഗത മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. KSRTCയുടെ ഡിജിറ്റൽ സേവനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ സംവിധാനം അവതരിപ്പിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ യാത്രക്കാർക്ക് ആവശ്യമായ വിവരങ്ങൾ വേഗത്തിൽ ലഭിക്കാനും ടിക്കറ്റ് ബുക്കിംഗ് കൂടുതൽ സൗകര്യപ്രദമാക്കാനുമാണ് ശ്രമം. നിലവിൽ പല യാത്രക്കാരും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനായി KSRTCയുടെ വിവിധ ഓൺലൈൻ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ വാട്സാപ്പ് വഴിയുള്ള ബുക്കിംഗ് സാധാരണ യാത്രക്കാർക്കും കൂടുതൽ സൗകര്യപ്രദമാകുമെന്നാണ് പ്രതീക്ഷ. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സാധാരണ രീതിയിൽ വാട്സാപ്പ് കൈകാര്യം ചെയ്യുന്നവർക്ക് പുതിയ സംവിധാനം എളുപ്പത്തിൽ ഉപയോഗിക്കാനാകുമെന്നാണ് KSRTCയുടെ പ്രതീക്ഷ. പുതിയ വാട്സാപ്പ് ടിക്കറ്റിംഗ് സംവിധാനത്തിന് പുറമെ KSRTCയുടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കസ്റ്റമർ കെയർ ടോൾ ഫ്രീ സേവനമായ 149 ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യും. യാത്രക്കാരുടെ സംശയങ്ങൾക്കും പരാതികൾക്കും ആവശ്യമായ വിവരങ്ങൾക്കും സഹായം ലഭ്യമാക്കുകയാണ് കസ്റ്റമർ കെയറിന്റെ പ്രധാന ലക്ഷ്യം. യാത്രക്കിടെ ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ബസ് സർവീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കും യാത്രക്കാർക്ക് ഇനി കൂടുതൽ എളുപ്പത്തിൽ സഹായം നേടാനാകും. 24 മണിക്കൂറും സേവനം ലഭ്യമാക്കുന്നത് യാത്രക്കാർക്ക് വലിയ സഹായമാകും. പ്രത്യേകിച്ച് രാത്രി യാത്ര നടത്തുന്നവർക്കും ദൂരയാത്ര ചെയ്യുന്നവർക്കും ആവശ്യമായ സമയത്ത് KSRTCയുമായി ബന്ധപ്പെടാൻ കഴിയുമെന്നാണ് പ്രധാന നേട്ടം. KSRTCയുടെ നവീകരിച്ച കൊറിയർ സംവിധാനത്തിനും നാളെ തുടക്കമാകും. യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ കൊറിയർ സേവനം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. KSRTC ബസ് സർവീസുകൾക്ക് പുറമെ മറ്റ് സേവനങ്ങളിലൂടെയും വരുമാനം വർദ്ധിപ്പിക്കാനും പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം നൽകാനുമാണ് ഇത്തരം മാറ്റങ്ങളിലൂടെ ശ്രമിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജീവനക്കാർക്കും KSRTC യൂണിറ്റുകൾക്കുമുള്ള സംസ്ഥാനതല അവാർഡുകളും വിതരണം ചെയ്യും. KSRTCയുടെ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജീവനക്കാരെയും യൂണിറ്റുകളെയും അംഗീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. അതേസമയം പുതിയ ഡിജിറ്റൽ സേവനങ്ങളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കൊപ്പം ഗതാഗത മന്ത്രി CP ജോണിന്റെ നേരത്തെയുള്ള വിവാദ പരാമർശവും ചർച്ചയാകുകയാണ്. സ്ത്രീകളെക്കുറിച്ച് നടത്തിയ പരാമർശത്തിൽ മന്ത്രി ഖേദം പ്രകടിപ്പിച്ചു. ആരെയും അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. പറഞ്ഞ വാക്കുകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആർക്കെങ്കിലും തന്റെ പരാമർശം വിഷമമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദിക്കുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. വിഷയത്തിൽ ഇനി വിവാദം തുടരേണ്ടതില്ല എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഖേദം പ്രകടിപ്പിക്കാൻ ആരും തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു. KSRTC ബസ്സിലെ യാത്രയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടെയായിരുന്നു മന്ത്രിയുടെ പരാമർശം. പ്രിയദർശിനിയിൽ സ്ത്രീകൾ തിക്കിത്തിരക്കി കയറുന്നുവെന്നും സ്വകാര്യ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ഈ പരാമർശം പുറത്തു വന്നതിന് പിന്നാലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിമർശനമുയർന്നു. തുടർന്നാണ് മന്ത്രി തന്നെ വിഷയത്തിൽ വിശദീകരണം നൽകിയത്. ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുക തന്റെ ഉദ്ദേശമല്ല എന്നും മന്ത്രി വ്യക്തമാക്കി. KSRTC കൂടുതൽ ജനകീയവും യാത്രക്കാർക്ക് സൗകര്യപ്രദമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ ഡിജിറ്റൽ സേവനങ്ങൾ അവതരിപ്പിക്കുന്നത്. വാട്സാപ്പിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കസ്റ്റമർ കെയർ, നവീകരിച്ച കൊറിയർ സംവിധാനം എന്നിവ യാത്രക്കാർക്ക് കൂടുതൽ എളുപ്പമുള്ള സേവനം നൽകുമെന്നാണ് പ്രതീക്ഷ. സാങ്കേതിക വിദ്യയെ കൂടുതൽ ഉപയോഗപ്പെടുത്തി യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും സേവനങ്ങൾ വേഗത്തിലാക്കാനും കഴിയുമെങ്കിൽ KSRTCയുടെ പുതിയ നീക്കം വലിയ മാറ്റത്തിന് വഴിയൊരുക്കും. യാത്രക്കാർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാനാവുന്ന ഇത്തരം സംവിധാനങ്ങൾ കൂടുതൽ കൊണ്ടുവരിക എന്നതാണ് ഇനി KSRTCയുടെ മുന്നിലുള്ള പ്രധാന ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.